നമസ്കാരം. മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലെയും ചേലക്കരയിലെയും വോട്ടെടുപ്പ് ആരംഭിച്ചു. പുലർച്ചെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ സമ്മതിദായകരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചരണ ദിനമായ ഇന്നലെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപും UDFന്റെ രമ്യ ഹരിദാസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ചേലക്കരയിൽ K ബാലകൃഷ്ണനാണ് BJPക്കായി കളത്തിലിറങ്ങിയത്. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ മുതിർന്ന നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും അടക്കം തുറന്നടിക്കുന്ന ജയരാജന്റെ കത്തിപ്പടരാൻ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തുവന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ പ്രധാന പരാമർശം. പൊന്നാനിയിൽ പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. SP സുജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം. തുലാവർഷം തുടങ്ങി 4 ആഴ്ചയാകുമ്പോൾ കേരളം ഓരോ ദിവസവും കൊടുംചൂടിലേക്ക് നീങ്ങുന്നു. കടുത്ത വേനൽക്കാലത്തേതുപോലുള്ള ചൂടാണ് പലയിടങ്ങളിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും കുറഞ്ഞ ചൂട് 30 ഡിഗ്രി സെൽഷ്യസിലധികമായിരുന്നു. കണ്ണൂരും കാസർഗോഡും 37 ഡിഗ്രിയിൽ അധികമായി. തനിക്കെതിരെ ആക്ഷേപ കമന്റുകളുമായി എത്തുന്നവർക്ക് മറുപടിയുമായി സൗമ്യ സരിൻ താനൊരു പാർട്ടിയുടെ പ്രചാരകയോ പ്രവർത്തകയോ അല്ലെന്നും താൻ എന്നും വ്യക്തികളായി മാത്രം കാണുന്ന ആളാണെന്നും സൗമ്യ സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഭർത്താവ് ഡോക്ടർ സരിൻ കോൺഗ്രസ് വിട്ട് CPMലെത്തി പാലക്കാട്ട് സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ തനിക്കു നേരെ സൈബർ ആക്രമണം ഉണ്ടായതായി ഡോക്ടർ സൗമ്യ പറഞ്ഞിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും BJPയും നേർക്കുനേർ പോരാടുന്ന ജാർഖണ്ഡിൽ 15 ജില്ലകളിലെ 43 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 15,344 പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. കഴിഞ്ഞയാഴ്ച മധ്യ ഇടത് സർക്കാർ തകർന്നതിനെ തുടർന്ന് ജർമ്മനിയിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റുകളും ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ചർച്ചയിൽ 2025 ഫെബ്രുവരി 23-ന് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി. ഇതിനു മുൻപ് ഡിസംബർ 16-ന് ചാൻസലർ ഒലാഫ് ഷോൾസ് വിശ്വാസ വോട്ട് നേടാൻ ശ്രമിക്കും. അദ്ദേഹം ഈ വോട്ടിൽ തോൽക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് പാർലമെന്റ് പിരിച്ചുവിടാൻ 21 ദിവസം സമയമുണ്ട്. മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താന്റെ സ്വകാര്യ ആയുധ ശേഖരത്തിലുണ്ടായിരുന്ന വാൾ ലേലത്തിൽ വിറ്റു. ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ടിപ്പു ഉപയോഗിച്ച തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളാണ് ലണ്ടനിലെ ബോൺഹാംസ് ഓഷൻ ഹൗസിൽ 3,17,900 പൗണ്ടിന്, അതായത് ഏകദേശം 3.4 കോടി രൂപ ലേലത്തിൽ വിറ്റത്. ടിപ്പു സുൽത്താന്റെ അന്ത്യം സംഭവിച്ച 1799-ലെ യുദ്ധത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന വാളാണ് ഇതെന്നും പറയുന്നു. കടുവയുടെ ചിഹ്നവും പിതാവ് ഹൈദരലിയുടെ പരാമർശിക്കുന്ന ഹ എന്ന അറബി അക്ഷരവും വാളിൽ കൊത്തിയിട്ടുണ്ട്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനും ടെസ്ല, SpaceX എന്നിവയുടെ മേധാവിയുമായ ഇലോൺ മസ്കിനൊപ്പം ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവും കേരളത്തിൽ വേരുകളുമുള്ള വിവേക് രാമസ്വാമിയും ഉണ്ടാകും. പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയായിരിക്കും ഇവർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ 29ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് തുടക്കമായി. അസർബൈജാൻ തലസ്ഥാനമായ ബക്കുവിലാണ് ഇക്കുറി ഉച്ചകോടി നടക്കുന്നത്. അമേരിക്ക അടക്കം പല രാജ്യങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. കാർബൺ പുറന്തള്ളലിൽ മുന്നിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇന്ത്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും വിട്ടുനിന്നു. US, ചൈന, ഫ്രാൻസ് തുടങ്ങി പ്രധാന രാജ്യങ്ങൾ വിട്ടുനിന്നതായി ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.